സമയം
നമ്മുടെ കർത്താവെ ദിവസം കൂടി വിലയിരുത്തിക്കാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ വേദിയിൽ അനവധി നിയോഗങ്ങളുണ്ട്. ദൈവം തന്നെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അന്ന, സൗമ്യ, ജോജി, നമുക്കും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവരോടൊപ്പം നന്ദി പറയാം. പ്രത്യേക നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഷിബി ജോസഫ്, ജോസി തോമസ്, ജോബിൻ എബ്രാഹിം, അവരെ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ രോഗസൗഖ്യം യേശുവിൽ കഴിയുന്ന ജോസ് വില്യസ്, അദ്ദേഹത്തിൻ്റെ ശാരീരിക അവയവങ്ങളൊക്കെ വേഗം സൗഖ്യമാകുന്നതിന്, അതിൻ്റെ അവസ്ഥ വേഗം സുഖമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് പ്രാർത്ഥനയിലൊക്കാം. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സജിമോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ഭവനത്തിൽ അറിയാൻ പ്രാർത്ഥിക്കുന്ന ഷൈനി, ജന്മദിനം ആഘോഷിക്കുന്ന ജോയൽ ജോബി, അതോടൊപ്പം തന്നെ യാത്രയെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിരിമാറ്റി, അതോടൊപ്പം രണ്ടാം മരണവാർഷികം ആഘോഷിക്കുന്ന ജയനമ്മ, അതോടൊപ്പം ലോകന ആന്റണി, ഇവരെയും ഹൃദയവിധിയും നമുക്ക് ഓർക്കാം. ദൈവം തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. ഈ വിധിയിൽ ഒപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഈശോയുടെ വിധിയിലൂടെ നിമിഷം സമർപ്പിക്കാം. അതുപോലുള്ള കുറവുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൈകാട്ടി സമർപ്പിക്കാം. കൂടുതൽ അനുഗ്രഹവും ബലവും പരിശുദ്ധ കുർബാന വഴി ഞങ്ങൾക്കും ഞങ്ങളുടെ നിയോഗങ്ങൾക്കും നൽകണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വിധിയിൽ ചേർന്ന് നന്ദിയോടെ സമർപ്പിക്കാം. in the world,
കഴിക്കുന്ന ഈ പരിഹാരങ്ങളിൽ യോഗ്യതയോടെ അർപ്പിക്കാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉദ്ധാനം നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കുന്നവരെ സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ രാജാവേ പാടും പുകൾ എന്നും ഞാൻ സകലേശാൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ദൈവം സൗഖ്യം പകരുന്നു. ആകുലമാകെ അകറ്റിയവൻ ശാന്തി ജനത്തിനു നൽകുന്നു. താരകനിരവൻ വിണ്ണിൽ നിയമിച്ചാക്കുന്നു. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ ചൂടി നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാളെയും സ്രഷ്ടാവാകും സകലത്തിന്റെയും നാഥായേക്കും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥാനേക്കും അമർത്യനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവത്തിന് പുറത്ത് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലേഖനത്തിൽ നിന്ന് അധ്യായം 10 വാക്യങ്ങൾ 19 മുതൽ 25 വരെയാണ്. ഉപദേശവും മുന്നറിയിപ്പും. എന്റെ സഹോദരനെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിവിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു പുരോഹിതനുണ്ട്. അതിനാൽ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. ഇതിന് ദുഷ്ട മനസ്സാക്ഷിയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഹായകങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇതിനുശേഷം ഈശോ തിബേരിയാസ് കടലിൽ വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയതായി പ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമ, പുത്രന്മാരെന്നവരും വേറെ 2 ശിഷ്യന്മാരെ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് അവരോട് പറഞ്ഞു: ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു: ഞങ്ങൾ നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ ഈശോ കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ ഈശോയാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഈശോ അവരോട് ചോദിച്ചു: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മക്കൾ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു: വള്ളത്തിന്റെ വലതുവശത്തേക്ക് വലയിടുക. അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. അവർ വലയിട്ടു. അപ്പോൾ വലയിടപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കഴിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈശോ സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു: അത് കർത്താവാണ്. കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ വിവസ്ത്രനായിരുന്നത് കൊണ്ട് ഉറങ്ങുപായ ധരിച്ച്
കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയില്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ കടൽ കൂട്ടിയിരിക്കുന്നതും അതിന് മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുന്നു. ഉടനെ ശിമോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കയറ്റി. അതിൽ 183 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നു, വല കയറിയില്ല. ഈശോ അവരോട് പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുന്നു. ശിഷ്യന്മാരിൽ ആരും അവരോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. ഈശോ വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. ഉയർപ്പുകാലത്തിനാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന അതിന്റെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഒന്നാമത്തെ അല്ലെ, ഈശോ തന്റെ ശിഷ്യന്മാർക്ക് 3-ാമത് തവണ പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാമത്തെ വെളിപ്പെടുത്തലാണ് ഉത്ഥാനത്തിന് ശേഷമുള്ള. ശിഷ്യന്മാർക്ക് ഈശോ 3-ാമത് വെളിപ്പെടുന്നത്, എന്നാൽ ആദ്യം വെളിപ്പെടുത്തലാണ് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന 3-ാമത്തെ പ്രത്യക്ഷീകരണമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ഇന്നത്തെ സുവിശേഷം അനേകം തവണ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിലേക്ക് അറിയാവുന്നതും ചിന്തിച്ചിരിക്കുന്നതാണ്. ഈശോയുടെ മരണത്തിന് ശേഷം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതത്തിന്റെ പഴയ സാഹചര്യങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ജീവിതത്തിന്റെ വഴികളിലേക്കും ഒക്കെ തോന്നുന്നതും അവിടെ വെച്ച് ഈശോയെ കണ്ടുമുട്ടുന്നതുമായ സംഭവമാണ്. ഇന്ന് ഈ വചനത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ ഉയർപ്പുകാലത്ത് എന്താണ് പ്രസക്തി എന്നതാണ് നമ്മുടെ ഈ വചനത്തിന്റെ വ്യാഖ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ശിഷ്യന്മാരെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. 3 വർഷം കൂടെ നടന്നതാണ് അല്ലെ? 3 വർഷം കൂടെ നടന്നതാണ്. അനേകം അത്ഭുതങ്ങൾ നേരിട്ടതാണ്. അതോടൊപ്പം തന്നെ ഈശോ ആരാണെന്ന് ജീവിതത്തിൽ ശരിക്കും മനസ്സിലാക്കിയതാണ് അല്ലെ? പത്രോസ്, യോഹന്നാൻ, തോമസ് ലീഹ, സെബദിയുടെ പുത്രന്മാരെന്ന് പറയുന്ന ശിഷ്യന്മാർ, ഈശോയുടെ മറ്റ് ശിഷ്യന്മാര് 3 വർഷം കൂടെ നടന്നു. അതോടൊപ്പം തന്നെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. ഈശോ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. എത്ര വർഷമായി നമ്മുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതാണ് ഈ വചനത്തിന്റെ പ്രസക്തി. പത്രോസും ശിഷ്യന്മാരും ഒരു 3 വർഷത്തിന്റെ കണക്കാണ്. നമുക്ക് എത്ര വർഷത്തിന്റെ കണക്കാണ് കൂടെ നടക്കാൻ കഴിയില്ല. ആദ്യ കുർബാന തിന്ന ദിവസം പോലെ തുടങ്ങിയതാണ്. ഈ പത്രോസിന്റെയും ശിഷ്യന്മാർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാനാണ് സഭ ഈ ഞായറാഴ്ച തന്നെ നമുക്ക് ഈ വചനം തരുന്നത്. കൂടെ നടന്നിട്ടും ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഇങ്ങനെ അകന്നു മാറി പോകുന്ന, കുറ്റം പറഞ്ഞു നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാവും. ഒടുക്കം തന്നെ ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൽ വല്ലാതെ അകലവും പ്രാർത്ഥിച്ചിട്ടും വലിയ പ്രതീക്ഷയൊന്നും കിട്ടുന്നില്ല. ദൈവാനുഗ്രഹത്തിന്റെ സൂചനകളൊന്നും ജീവിതത്തിൽ ലഭിക്കുന്നില്ല. പ്രാർത്ഥിച്ചിട്ടും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനോട് ചേർന്നാണ് നിൽക്കുന്നത്. സാമ്പത്തികമായിട്ട് വല്ലാതെ അടികൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷയില്ല. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈശോയോട് ചോദിക്കാൻ പറ്റുന്നുണ്ടോ? രോഗമാണ്. ഒരു രോഗം അല്ലെ, ഒരു വേദന തീരുന്നതിന് മുന്നേ മറ്റൊന്ന് വന്നു കഴിയും. അങ്ങനെയാണ് അനുഭവങ്ങൾ. അപ്പൊ എത്ര വർഷമായി ഈശോയെ അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു വ്യക്തിയാണോ? ആണോ? എങ്ങനെ ഈശോയെ അനുഭവിക്കുന്നു എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാൻ എങ്ങനെ ഈശോയെ അനുഭവിക്കുന്നത്. എന്റെ ജീവിതത്തില് അപ്രതീക്ഷിതമായി ഒടുങ്ങന്നെ ചില അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ മരണമായിരിക്കും, സാമ്പത്തിക തകർച്ചയായിരിക്കും, രോഗമായിരിക്കും, ഇനി കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിരിക്കും, എന്തുമായിക്കോട്ടെ, എന്തെങ്കിലും ഇപ്രകാരമുള്ളതൊക്കെ സംഭവിക്കുമ്പോൾ എന്റെ മാനസിക നിലപാട്, എന്റെ ആന്തരിക നിലപാട്, എന്റെ ആത്മീയ നിലപാട് എവിടെയാണ്? ചിലപ്പോഴെങ്കിലും നമുക്ക് ചോദ്യം ഉന്നയിക്കില്ല, എനിക്ക് മാത്രമല്ല ഇങ്ങനെ എന്തോരം ഞാൻ പണിയെടുക്കും, പ്രാർത്ഥിച്ചു, എന്തോരം ജപമാല ചൊല്ലി, എന്തോരം ഉച്ചനോട് ചൊല്ലി, എന്നിട്ട് ജീവിതത്തിൽ ഒരു മാറ്റമൊന്നും കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബൈബിളിൽ വളരെ മനോഹരമായി
രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഒരു പക്ഷെ നമുക്കൊന്നും ചിന്തിക്കാം, ദൈവമില്ലാതെ അല്ലെങ്കിൽ ദൈവം വേണ്ട എന്ന് പറഞ്ഞ് മാറുന്നത് അധ്വാനിക്കാനൊക്കെ പോകുമ്പോൾ പക്ഷെ ഒരു സൂചന നൽകുന്നുണ്ട്. അവരുടെ അധ്വാനം വിഫലമായി പോവുകയാണ്. തിബേരിയാസിന്റെ ഗലീലിയുടെ എല്ലാ മുക്കും മൂലയും വളരെ വശമുള്ള പത്രോസാണ്. അതൊന്നും കിട്ടിയില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഈ ശിഷ്യന്മാരുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഒരു ഭാഗമാണ്. അന്ത്യത്താഴ സമയത്ത് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 13:27 യോഹന്നാൻ സുവിശേഷം 13:27 പറയും, അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാധാരണ അവരിൽ പ്രവേശിച്ചു. അതിനുശേഷം ആ പാരഗ്രാഫ് തീരുന്നതിന്റെ അവസാനം ഇതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു കാര്യം കൂടി എഴുതി വെച്ചിരിക്കുകയാണ്. അപകർഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തു പോയി. അപ്പോൾ രാത്രിയായി. യോഹന്നാൻ സുവിശേഷത്തിൽ ഈ വിധത്തിലുള്ള എഴുത്തുകളൊക്കെ വളരെ അധികം കാണാൻ സാധിക്കും. അവൻ പുറത്തുപോയി. അപ്പോൾ അപകർഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാധാരണ അവൻ പ്രവേശിച്ചു. അതിനുശേഷം പറയാം, അവൻ പുറത്തുപോയി. ആ സമയം രാത്രിയായിരുന്നു. എന്താ സൂചിപ്പിക്കുന്നത്? അവന്റെ അകത്തും അവന്റെ പുറത്തും അന്തരീക്ഷവും രാത്രിയാണ്, അവന്റെ അകവും രാത്രിയാണ്. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഉദ്ധാനത്തിന്റെ അനുഭവങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർ ഇങ്ങനെ വീണ്ടും മീൻ പിടിക്കാൻ പോകുമ്പോൾ വീണ്ടും രേഖപ്പെടുത്തുക. അവരുടെ അവസ്ഥ ഇതുകൊണ്ട് തന്നെയാണ്. രാത്രിയാണ്, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഈശോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മക്കളിൽ വല്ലതുമുണ്ടോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഒപ്പം ഈശോ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? വള്ളത്തിന്റെ ഈശോ വലിയ മുഖ്യനാവുക. അത് പത്രോസിനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക. ഈ വള്ളത്തിന്റെ വലതുവശത്ത് വരെയാണ്. ഇവിടെ ഈ വചന ഭാഗങ്ങൾ ഒത്തിരി അർത്ഥമുണ്ട്, ആഴമുണ്ട്. സിറോമർ സഭയോട് ചേർന്ന് ചിന്തിക്കുകയാണെങ്കിൽ, സഭയുടെ വിശുദ്ധ കുർബാനയുടെ ഭാഗമായി ചിന്തിക്കുകയാണെങ്കിൽ, ഈ വള്ളത്തിന്റെ വലതുവശത്ത് എറിയുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, ഒന്ന് രണ്ട് അർത്ഥങ്ങൾ നമുക്ക് കാണാം. ഈ വള്ളത്തിന്റെ വലതുവശത്ത് വല എറിയാൻ ആവശ്യപ്പെടുമ്പോൾ അവർ ഏറ്റവും അനേക മത്സ്യങ്ങൾ 153 വലയിൽ കയറി. ഇതുവരെ പിന്തുടർന്നുകൊണ്ടിരുന്ന നിന്റെ ശൈലിയിൽ നിന്ന് മാറി ക്രിസ്തു പറയുന്ന, ഈശോ പറയുന്ന ആ വഴിയിലേക്ക് നിന്ന് മാറാൻ ഈശോയോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ഈ വലതുവശത്തിന്റെ പ്രാധാന്യം? എന്താണ് വലതുവശത്തിന്റെ പ്രാധാന്യം? വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എവിടെ വലതുവശത്ത് ഉപോഷ്ടനാകുന്ന പിതാവിന്റെ വലതുവശത്ത് ഉപോഷ്ടനാകുന്ന പുത്രൻ തമ്മിലാണ്. ആരാധനക്രമം അനുസരിച്ചാണ് ദേവാലയം സ്ഥാപിച്ചിരിക്കുന്ന ബലിപീഠത്തിന്റെ വലതുവശത്ത് സുവിശേഷം കിട്ടും എപ്പോഴും. എന്താ അർത്ഥം പറഞ്ഞത്? നമ്മുടെ വലതുവശത്ത് ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും വലതുവശത്ത് ക്രിസ്തുവിന്റെ സ്ഥാനമാണ്. അതുകൊണ്ടാണ് പ്രതിഷ്ഠിക്കുക. വലതുവശത്ത് വചനം ആരാണ്? ഈശോയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ വഴികളോട് ചേർത്ത് നിർത്തുക. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നില്ല. ഇപ്രകാരം രാത്രിയുടെ ഇരുണ്ട അനുഭവങ്ങളിലൂടെ ഈ പറഞ്ഞ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടാതെ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ദുരിതങ്ങളിലേക്ക് വീണ്ടും ഞാൻ വഴുതി മാറുമ്പോഴെല്ലാം ഈ രാത്രിയുടെ അവസ്ഥകളിലും അനുഭവങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. രാത്രിയുടെ ഇരുണ്ട അവസ്ഥയിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇവിടെ നല്ലൊരു ധ്യാന വിഷയമാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ചില സമയങ്ങളിൽ നമ്മൾ മതം പോകാറുണ്ട്. ഒത്തിരി പേര് മതം പോകുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ വളരെ വിഷമം ജനിപ്പിച്ച ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന പുരോഗതി അനുഭവിക്കുന്നു. എന്റെ പ്രായവും പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ്. എന്താ സംഭവിച്ചിരിക്കുന്നതിനെ കുറിച്ച് വലിയ ധാരണകളിലേക്ക് പോലും വളരെയധികം വേദനിപ്പിച്ച ഒരു സത്യമല്ല. സഭയെ നയിക്കുന്ന പുരോഹിതൻ വീണ്ടും പോകുന്നു. നമ്മുടെ നാമങ്ങളുടെ അവസ്ഥ വരണം. അപ്പൊ പ്രാർത്ഥന കൊണ്ട്, പരിത്യാഗങ്ങൾ കൊണ്ട്, പുണ്യങ്ങൾ കൊണ്ട്, വചനം കൊണ്ട്, വിശുദ്ധ കുർബാന കൊണ്ട്, ഉപസ്ഥാനം കൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. അവൻ ഇപ്രകാരം നിന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരും. നിന്റെ ജീവിതത്തിൽ തിബേരിയാസിൽ ക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടും. അവനെ സൃഷ്ടിച്ചു. നമ്മളെ ഒരിക്കലും കൈവിടില്ല. ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ അവരെ കാണാൻ സാധിക്കാതെ പത്രോസിനെ പോലെ മീൻ പിടിക്കാൻ പോയെങ്കിലും പ്രിയപ്പെട്ടവരെ ഓടി വരണം അൽത്താരയിലേക്ക്. ക്രിസ്തുവിനൊക്കെ വേണ്ടി ഇതുപോലെ അപ്പവും മീനും ഈശോയുടെ ശരീരവും രക്തവും ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നുണ്ട്. ഇത് സ്വീകരിക്കുമ്പോ, വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോ എനിക്ക് അനുഗ്രഹം ഉണ്ടാകും.
എങ്ങനെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ വായിച്ച ആദ്യത്തെ കാര്യം എബ്രാഹിം എഴുതപ്പെട്ട ലേഖനമാണ്. എബ്രാഹിമിന്റെ എഴുതപ്പെട്ട ലേഖനത്തിൽ വളരെ വളരെ മനോഹരമായി വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കാനായിട്ടാണ്. ഒന്ന് വായിച്ചാൽ മനസ്സിലാകുന്ന വിധത്തില് ഒത്തിരി ആഴത്തിൽ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വചനങ്ങളൊക്കെ എബ്രാഹിം എഴുതപ്പെട്ട ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണ്. വചനങ്ങളൊന്നാണ് ഈ എബ്രാഹിം എഴുതപ്പെട്ട ലേഖനം 10-23 വചനം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകില്ല. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകില്ല. ഇത് ഞാനും നിങ്ങളോ പറയുന്നതല്ല, ക്രിസ്തുവിന്റെ വചനമാണ്. നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വസ്തൻ. ഇവിടെ പത്രോസ് വിശ്വസ്തനെന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തമായിരിക്കില്ല. പക്ഷേ വിശ്വസ്തനാണ് വാഗ്ദാനത്തിന് വിശ്വസിക്കണം. അപ്പം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവർ വിശ്വസ്തനാക്കിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരല്ല. ചില സമയത്ത് വിചാരിച്ചിട്ടില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നവരെ തോന്നില്ല. അങ്ങനെയുള്ളപ്പോൾ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു സാധ്യത ഇവിടെ ചുമ്മാ മുടക്കം കൂടാതെ നമുക്കറിയാം ഓരോരുത്തർക്കും അവരുടെ ജീവിത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ആ ജീവിത പ്രശ്നങ്ങളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഈശോയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യത നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ വഴിയും സത്യവും ജീവനുമായ മിശിഹായെ നിന്റെ പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിഹാസത്തിനടയാളമായ ക്രിസ്തുവിനെ ഉദ്ധാന വഴിപാട് ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരജീവന രാശികളോട് കുറിച്ച് തെളിക്കുവാനും ആത്മസമർപ്പണത്തിൽ ജീവനം കൊടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യത്തെ പ്രതികരിക്കുന്നതിനും അങ്ങയുടെ മാത്രമുണ്ടായ ഭാരതയും മൗനനീയമായ സർവ്വകാലികയും ഓർത്തുകൊണ്ട് നല്ലയോട് ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരുന്ന ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവരെയും രക്ഷിക്കുകയും എന്റെ ശാന്തിയും സമാധാനവും നിവർത്തിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ബലിയർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ പരിശുദ്ധിയിലേക്ക് ചേർത്ത് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ഒരു വിനിയോഗം പറയാൻ വിജി ദേവസ്യ വീടുപണി തടസ്സം കൂടാതെ തീർക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയും വലിയ കൊണ്ടുപോകാം. അവരെ മരണത്തെ ജയിച്ചടങ്ങിയ വിശുദ്ധായെ നിന്റെ സഭയിൽ സദാ സന്നിഹിതനായ നവജീവൻ കൊണ്ട് നിന്നെ നിറയ്ക്കണമേ. നിന്റെ പ്രസാദത്തിൽ ഭക്തരുടെ ഉദ്ധാനത്തിന്റെ മഹത്വം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും താമസിക്കുവാനിടയാകണമേ. സകലത്തിന്റെയും നാഥായ ഭക്തിയോടെ ശ്രദ്ധയോടും കൂടെ വിശുദ്ധ പങ്കുകൊള്ളട്ടെ. Oh
എന്റെ സഹോദരനെ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എളിയവരും പാപികളുമായിട്ട് ഞങ്ങളെ അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും സഹോദരൻ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും മനതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയപ്പെടുത്തിയാകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം
സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ആകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവതും റൂഹാതൻ സഹവാസവുമീ നമ്മോട് തുണ്ടാകട്ടെ. മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആലയങ്ങളും ആരാധനാലയങ്ങളും മഹോന്നതരായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരുവികളുമായ ക്രൂവന്മാരോടും സഹന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവൻ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവനും ബലഹീനനുമായ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ,
ഞങ്ങളുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. ഞാൻ ഈ ശരീരങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ നിങ്ങളെ പങ്കുകാരാക്കാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധർമ്മിച്ചു പോയ ഞങ്ങളുടെ സഹോദരികളെയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ പുരോഹിതന്മാർ സമർപ്പിതമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർ വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയും പ്രീതിജനകമായ വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആളുകളുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ വരവിന് പോയ കാമച്ചവർക്കും അവരുടെ കാരണത്തെയും പ്രത്യാശകളും കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധമായി പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാൻ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. കർത്താവായ ദൈവമേ, നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമായ ദൈവമയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവരുടെയും സമുദ്രമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചതും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവനായകവുമായ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളായ എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചതും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, നിന്റെ നിന്റെ ദാസരുടെ കൃപാനികളോട് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടമോചനത്തിനും മനുഷ്യരുടെ വലിയ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ നിങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സത്യങ്ങൾ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായുധവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ വിശുദ്ധായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശിഷ്യ പരിശുദ്ധ സഭയും നിന്റെ ശാന്തിയും സമാധാനവും ഐക്യവും വളർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധം ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി കുഞ്ഞിച്ചതിൽക്കുന്ന ജനതകളെ ചിന്തിക്കണമേ. വിനയത്തിനും ദൈവഭയത്തിനും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ കഴിയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിനും പരിശുദ്ധമായിരിക്കും മാത്രം അർത്ഥമുണ്ടാകട്ടെ. ദൈവമേ, ദൈവയുടെ കൃപയ്ക്കും എന്നോട് ദയ തോന്നണമേ. പരിശുദ്ധവും ശീതവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായുധമായ സ്വർഗത്തിൽ നിന്നിറങ്ങിയിട്ടും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ ഭക്ഷിക്കുക, പ്രതിനാമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സമാധാനം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകരമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരവോടെ സമീപിക്കാം. അനുതാപത്തോടെ അപരാധങ്ങളിൽ തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരനെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നെ കലകങ്ങൾ ഒഴിഞ്ഞ് നമ്മുടെ സാക്ഷി ശുദ്ധീകരിക്കാം. സ്വൽപ്പദൈവത്തിന്റെ വേഷത്തിൽ നിന്ന് നമ്മുടെ മക്കളെ മുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കുകയും ചെയ്യാം.
വിശുദ്ധമായ ജനങ്ങളോടും കൂടെ പാപമോചനത്തിനായ കാരണങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ദൈവത്തെ നമുക്ക് സമീപിക്കാം.
കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകലനീതിമാന്മാരുടെ കൂടെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ വിശുദ്ധായ ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ ഞങ്ങളെ പങ്കുകാരായി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരണത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കടങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീതനമേ, കർത്താവിന്റെ മേൽസ്ഥലത്തെ യാചകനമേ, നിങ്ങളുടെ മേലോട് ചെയ്യട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനവും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്രൂശിതനും പരിത്യക്തനുമായ ഈശോയെ അനുഗ്രഹിച്ചാൽ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ലോകത്തിലുള്ള സകലരെയും നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കാനും എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ രക്ഷിക്കും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും. അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. ദീർഘായുസ് നൽകിക്കൊണ്ട് അവനെ ഞാൻ തൃപ്തനാക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ലോകരാഷ്ട്രങ്ങളെല്ലാം ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും വളരാനും ഞങ്ങളുടെ കുട്ടികളും യുവജനങ്ങളും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാനും അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന്റെ ഭരണവും വിശുദ്ധിയും കേരളത്തിൽ വളർന്ന സകലമായ വിശുദ്ധ അൽഫോൻസാമേ ജീവിതത്തിലെ സഹനങ്ങളെ ദൈവസ്നേഹത്താൽ രക്ഷാകരമാക്കി തീർക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഉടനീതപരമായ പ്രാർത്ഥനയും വിശുദ്ധിയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കും. കർത്താവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധിയിലേക്ക് ഞങ്ങളെ വിളിക്കുന്നു. അധ്വാനിക്കുകയും ഫലമതിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കൊടുക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ ദൈവം ഈശോനാഥ, Amen.
ക്ഷമാപൂർവ്വം നേരിടാനും പാപത്തിന്റെയും ലോകത്തിന്റെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും സഹായവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുള്ള കർത്താവേ, കരയുന്നവനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ കർത്താവേ, ഞങ്ങളുടെ വ്യക്തിക്കും മഹിമയുടെ ദൈവവിധാനിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലംഭാവേ ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനാ.
പാപങ്ങൾ മറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണം. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണമഴികാവത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നിന്റെ ദാസരുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. തിരുമാന്മാരെ സ്വർഗീയ മണ്ഡപങ്ങളിലേക്ക് നയിക്കുവാനായ മാനവേഖങ്ങളിൽ ഈ മഹത്വത്തോടുകൂടെ യാഗതനാകുമ്പോൾ കണ്ടുകെട്ടിട്ടില്ലാത്തതും കാതുകെട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പണിപ്പെടുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ചെലുത്താൻ ഈ ആത്മാ